പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ ശക്തിയും സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്ന എല്ലാ മാലാഖമാരും വിശുദ്ധന്മാരും തത്വസാക്ഷികളും വേദസാക്ഷികളും ഒക്കെ വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ദിവ്യാരാധനയുടെ നിമിഷമാണ്. അത് ബോധപൂർവം മനസ്സിലാക്കി ഈ നിമിഷങ്ങളിലേക്ക് നമ്മളെ നയിച്ചത് ദൈവമാണ് എന്നുള്ള വലിയ തിരിച്ചറിവ് നിങ്ങളെ കൂടുതൽ ഇതിൽ ഇമേഴ്സ്ഡാക്കാൻ എപ്പോഴും കൃപാസനം അൾത്താരയിൽ നടക്കുന്ന ഉടമ്പടി ധ്യാനം ഒരു എക്കാലത്തേക്കുമുള്ള ഏത് കാലത്തും ഏത് വർഷവും നിങ്ങൾ ഈ ആരാധന കൂടുന്നു, അക്കാലങ്ങളിലെല്ലാം നിങ്ങളുടെ അപ്പോഴുള്ള വർത്തമാന കാലവുമായിട്ട് ദൈവം ഇൻട്രാക്ട് ചെയ്യണ കാണാം. അത് വചനബന്ധിയായതുകൊണ്ടും ഒരു ദൈവ പരിപാലനയുടെ പദ്ധതി പ്രയോഗമാണ് ഉടമ്പടി. അതുകൊണ്ടാണ് എക്കാലവും ഇതിനുള്ള ഒരു ധ്യാനം ഒരു സമയത്തിൻ്റെ പരിമിതി അതിനില്ലാതെ പോകുന്നതിൻ്റെ കാരണം. അത് മനുഷ്യൻ്റെ ഇന്നത്തെ ജീവിതവും അതാത് കാലങ്ങളിൽ അവൻ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവും ജീവിതപരവും ആയിട്ടുള്ള എല്ലാവിധ വെല്ലുവിളികളെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്നും ഏത് വിധമാണ് പ്രതിരോധിക്കേണ്ടതെന്നും എങ്ങനെ സുവിശേഷ വിഹിതമായി ചെയ്യുമ്പോഴാണ് അതിനൊക്കെ പരിശുദ്ധ അമ്മയെപ്പോലെ പ്രതിരോധിക്കാൻ കഴിയുന്നതെന്നാണ് മരിയൻ ഉടമ്പടി ധ്യാനം നമുക്ക് നൽകുന്ന ദൈവിക വെളിപാട്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അച്ഛൻ എപ്പോഴും നിങ്ങൾക്ക് നൽകുന്ന ഒരു നിർദ്ദേശമാണ്, വെൻ വി പ്രേ ഓർ വെൻ വി സിങ്, നമ്മൾ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മളതിനെ ഓൺ ചെയ്യണം. തേജസ്സെഴും നിൻമുഖമൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എല്ലാ ആധ്യാത്മികമായ ആപ്ലിക്കേഷൻസും അതിൻ്റെ ആക്ടിവേഷൻ നടക്കുന്ന അക്സെപ്റ്റൻസിൽ നിന്നാണ്. അതെൻ്റെ ടെക്നിക്കാണ്. എല്ലാ ആധ്യാത്മികമായിട്ടുള്ള വിഷയങ്ങളെല്ലാം അതിൻ്റെ ആപ്ലിക്കേഷൻസ് അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറണത്, ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യണത്, അത് നിറവേറി പ്രയോഗത്തിൽ വരുന്നത് അക്സെപ്റ്റൻസ് കൊണ്ടാണ്. നമ്മളത് അംഗീകരിച്ച് ഏറ്റു പറയണം. എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് യാന്ത്രികമായിട്ട് ചില സമയത്ത് പോകും. ഇപ്പോൾ ആരാധ്യൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിൻ്റെ കൂടെ പാടിക്കൊടുക്കും. പക്ഷേ ഡു യു മീൻ ഇറ്റ്? ഇപ്പോഴേ അതാണ് പ്രശ്നം. ആ സിംഗിൾ ചോദ്യം തിരിച്ചു വന്നാൽ യെസ് മൈ ലോഡ് എന്ന് ഉത്തരം പറയാൻ കഴിയണം. നിങ്ങളത് ഉദ്ദേശിക്കുന്നുണ്ടോ? ആക്ച്വലി യു മീൻ ഇറ്റ്. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് യാന്ത്രികമായിട്ട് പറയാം. അപ്പോഴേ കർത്താവ് ചോദിക്കും, ഡു യു ആക്ച്വലി മീൻ ഇറ്റ്? നീ അത് കറക്റ്റായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ? യെസ് മൈ ലോഡ് എന്ന് പറയാൻ നമുക്ക് ചങ്കിൽ ഒരു ചങ്കുറപ്പോട് പറയാൻ പറ്റണം. ഒന്ന് പറഞ്ഞേ, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ പാടുന്നത് അത് പൂർണ്ണമായി അംഗീകരിച്ച് ഏറ്റു പറയണത് ഞാൻ സത്യസന്ധമാണെന്ന് അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രഖ്യാപിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ആരാധ്യനാണവൻ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിതാംകൂർ മുറിവേറ്റവൻ, ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തുന്നേറ്റവൻ, മരണത്തെ ജയിച്ചവൻ, ആരാധ്യന്. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഭാഷാവർത്തെ ശ്രദ്ധിക്കട്ടെ, ഭാഷാവർത്തോടെ ശ്രദ്ധിക്കട്ടെ, ഭാഷാവർത്തെ ശ്രദ്ധിക്കട്ടെ. എല്ലാ മലാഖമാരുടെ കൂടെ, എല്ലാ വിശുദ്ധന്മാരുടെ കൂടെ, എല്ലാ മലാഖമാരുടെ കൂടെ, സർവശക്തിയോടുകൂടി, സർവ ഓജസ്സോടുകൂടി അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. മലാഖമാരിൽ നടുവിലെ പ്രശോഭിക്കുന്ന രാജാതിരാജനായ മരണത്തെ ജയിച്ച യേശു ക്രിസ്തുവിന്റെ ശക്തി എന്നെ പ്രസരിക്കുന്നവരെ യേശുവിന്റെ നാമത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ.
ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു കൈ ഉയർത്തിക്കൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും സ്വരത്തിലെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഈ റിയ ടോമിന്റെ സാക്ഷ്യത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ? ഇവരുടെ പ്രശ്നം എന്താണ്? ഇവർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്, ബിടെക് എഞ്ചിനീയറിംഗ് ആണ്. പക്ഷേ ഇവർക്ക് വേണ്ടത് യൂറോപ്യൻ കൺട്രിയിൽ UK അവർക്ക് എഞ്ചിനീയറിങ്ങിന് മാസ്റ്റർ ഡിഗ്രി വേണം. അതാണ് അവരുടെ ആവശ്യം. അതാണ് അവരുടെ സ്വപ്നം. അതാണ് എഞ്ചിനീയറിങ്ങിന് അവർക്ക് മാസ്റ്റർ ഡിഗ്രി വേണം. ഇപ്പോൾ അവർക്ക് 2 കുഞ്ഞുങ്ങളൊക്കെ നല്ല കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇനിയിപ്പോൾ പിള്ളേരൊക്കെ വളർത്തിക്കൊണ്ട് ജീവിക്കാമായിരിക്കും അല്ലേ എന്നും പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫയൽ ക്ലോസ് ചെയ്ത് വെക്കും. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ പിള്ളേരൊക്കെ ആയിപ്പോയില്ലേ, ഇനിയിപ്പോൾ അതുങ്ങളെ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി എല്ലായിടത്തും ഗ്യാപ്പാണല്ലോ, ടച്ച് വിട്ടു പോയെന്നൊക്കെ പറയുകയില്ലേ. നിങ്ങൾക്ക് ടച്ച് വിട്ടു പോകാം. മേ ബി ഫ്രം ദി ലാംഗ്വേജ് യു ക്യാൻ ലോസ്റ്റ് യുവർ ടച്ച്. പക്ഷേ നിങ്ങൾക്ക് ദൈവമായിട്ട് ടച്ച് വിട്ടു പോയില്ലെങ്കിലേ നിങ്ങളെ കർത്താവിൻ്റെ പരിഗണനയിലാണ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. നിന്നെ മുറുകെ പിടിക്കുവാൻ, നിന്റെ സാന്നിധ്യത്തെ ഈശോയെ ചേർത്ത് നിർത്തുവാൻ വഹിക്കുന്നവൻ എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ ഇവർക്ക് പച്ചകടാതെ സൂക്ഷിച്ചത് എന്താണ്? ദൈവമായിട്ടുള്ള ടച്ചാണ്. ലാംഗ്വേജുമായിട്ട് ടച്ച് വിട്ടു പോയിട്ടുണ്ട്, കരിയറുമായിട്ട് ടച്ച് വിട്ടു പോയി, പക്ഷേ ദൈവമായിട്ട് ടച്ച് വിട്ടു പോയിട്ടില്ല. എൻ്റെ ദൈവഭക്തല്ലേ, ഉടമ്പടി എന്താ ചെയ്യണത്? നിന്നെ ദൈവമായിട്ട് ടച്ച് ചെയ്യിക്കുകയാണ്. മനസ്സിലായില്ലേ? ദൈവമായിട്ട് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ, നിന്നെ ഒരു വലിയ പവർ ഹൗസുമായിട്ട് നിന്നെ ടച്ച് ചെയ്യിക്കാൻ. കാര്യം ഉടമ്പടി ബൈബിളിലെ എല്ലാ പേജുകളിലും ഉടമ്പടിയുടെ വാട്ടർമാർക്കാണ് ഉള്ളത്. നമ്മൾ ബൈബിൾ പരിശോധിക്കുമ്പോൾ എല്ലാ പേജിലും ഉണ്ടാകും ഉടമ്പടിയുടെ ഒരു വാട്ടർമാർക്ക്. ബൈബിളിൻ്റെ ഒരു സെക്യൂരിറ്റി നമ്മൾ ത്രെഡ് എന്ന് പറയത്തില്ലേ, സെക്യൂരിറ്റി ത്രെഡ് എന്ന് പറയുന്നത് ഈ ഉടമ്പടിയുടെ വാട്ടർമാർക്കാണ്. എന്നുവെച്ചാൽ ഉടമ്പടിയുടെ ഛായാപരമായിട്ടുള്ള അതിൻ്റെ സൊല്യൂഷൻസ് അല്ലെ ഇക്വേഷൻസ് എല്ലാ പേജിലും കാണും. അതാണ് ബൈബിളിൻ്റെ അതോറിറ്റി എന്ന് പറയണത്. കാര്യം ബൈബിൾ ബേസിക്കായിട്ട് ഉടമ്പടി ബുക്കാണല്ലോ. മോസസിൻ്റെ കാലത്ത് ആദ്യമായി പരിശുദ്ധാത്മാവ് മോസസിലൂടെ ബൈബിൾ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് മോസസ് തന്നെ വിളിച്ചിരുന്ന പേര് ഉടമ്പടി ബുക്ക് എന്നാണ് വിളിച്ചിട്ടുണ്ടിരുന്നത്, ബൈബിളെന്നല്ല വിളിച്ചത്. അപ്പോൾ ബൈബിള് അപ്പോൾ തന്നെ വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ അത് ഒരു ബുക്ക് ഓഫ് കോവനൻ്റാണ്, ഉടമ്പടി ബുക്കാണ്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ പേജുകളിലും ഉടമ്പടിയുടെ വ്യത്യസ്തങ്ങളായ ഛായകൾ ഇങ്ങനെ വാട്ടർമാർക്ക് പോലെ ജല ഛായ പോലെകളിങ്ങനെ കിടക്കും. അതിനകത്ത് ഒരു വചനമാണ് നമ്മൾ 14:23 യോഹന്നാൻ്റെ സുവിശേഷം. യോഹന്നാൻ്റെ സുവിശേഷം 14:23 ഒന്ന് വായിച്ചോളൂ. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ പിന്നെന്താ സംഭവിക്കുക? അതിൻ്റെ സംഭവം എന്താണ്? അത് ഉടമ്പടി. അതായത് നിങ്ങൾ ഉടമ്പടി ചെയ്താൽ എന്നുള്ള വാക്കാണ് വരണത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ, വായിച്ചോളൂ. യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. എന്നിട്ട് പറഞ്ഞ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. ഓക്കെ,
വായിച്ചോളൂ. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമാണ് എൻ്റെ ബേസിക്. ഉടമ്പടി എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആത്മോശോധന ചെയ്യണത് എന്താണ്? കർത്താവേ, എനിക്ക് അങ്ങയുള്ള സ്നേഹത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. കാര്യം ഉടമ്പടി ദൈവസ്നേഹത്തിൻ്റെ പദ്ധതിയാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എനിക്ക് അങ്ങയോടുള്ള സ്നേഹം വർദ്ധമാനമാക്കണമേ. ഇതൊരു ബേസിക് പ്രെയറാണ്. എന്താ കാര്യം? എന്താ സംഭവിക്കണത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുമ്പോൾ എന്താ സംഭവിക്കണം? എൻ്റെ ഇഫക്റ്റ് എന്താണ്? നിങ്ങൾ എൻ്റെ വാക്ക് നിങ്ങൾ പാലിക്കും. എന്ന് വെച്ചാൽ അവൻ പറയണ പോലെ ചെയ്യും. അതാണ് സംഭവം. മരിയൻ ഉടമ്പടി എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുന്നതാണ്. അത് തന്നെയാണ് ആ യോഹന്നാൻ 2:5 അതേ ഉടമ്പടി ഫോർമുല തന്നെയാണ് 14:23 വരണത്. അതാണ് ഞാൻ പറഞ്ഞത്. ബൈബിളിൻ്റെ ഓരോ പേജുകളിലും ഉടമ്പടിയുടെ വാട്ടർമാർക്ക് ഉണ്ടാണ്. ബൈബിളിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അതാണ്. സെക്യൂരിറ്റി ത്രെഡ് എന്ന് പറയുന്നത് അതാണ്. ബൈബിളിൻ്റെ അതൊരു വിശുദ്ധ ഗ്രന്ഥമാണ്, ദൈവം നൽകിയ ഗ്രന്ഥമാണെന്ന് പറയണത്. കാര്യം ഉടമ്പടി ബേസിലാണ് അന്ത്യം വരെ പോണത് എല്ലാപ്പോഴും. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 90 ദിവസത്തേക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. അതെപ്പോഴും ഓർത്തേക്കണം. മരിയൻ ഉടമ്പടി ആശ്രയിച്ച് അതിൻ്റെ അനുഷ്ഠാന ക്രമങ്ങൾ 90 ദിവസം ഉള്ളെങ്കിലും ബൈ റിലേഷൻ ഉടമ്പടി ബേസിക് അതിൻ്റെ പേരെന്താണ്? ബേരിദ് എന്നാണ്. ബേരിദ്, നോട്ട് കരാർ. കരാർ മീൻസ് ആൾക്കാർ തമ്മിൽ ചെയ്യുന്ന, മനുഷ്യന്മാർ തമ്മിൽ ചെയ്യുന്നതിനാണ്, സമ്മതങ്ങൾക്കാണ്, പരസ്പര സമ്മതത്തിനാണ് കരാർ എന്ന് പറയുന്നത്. അത് അറബിക് ടേമാണ്. പക്ഷേ ഉടമ്പടി എന്ന് പറയുന്നത് ഹീബ്രു ടേമാണ്. ഹീബ്രു ടേമിൻ്റെ ഉടമ്പടിക്ക് കവനൻ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നുണ്ടെങ്കിലും അത് ആക്ച്വൽ ഹെബ്രായ ഭാഷയിൽ പറയണത് ബേരിദ് എന്നാണ്. ബേരിദ് ഇത് മീൻസ് റിലേഷൻ. നിങ്ങൾ ദൈവവുമായിട്ടൊരു റിലേഷനിൽ വരികയാണ്. 90 ദിവസത്തേക്കാണ് ആ റിലേഷൻ. ആണോ? നിങ്ങൾ പറയാം ആണോ? അല്ല. ഒരു അനുഷ്ഠാനക്രമം എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 90 ദിവസം കഴിയുമ്പോൾ അത് ആ അനുഷ്ഠാനക്രമം അവസാനിപ്പിക്കാം. പക്ഷേ റിലേഷൻ പോകത്തില്ല. ദാറ്റ് മീൻസ് നിങ്ങൾ ദൈവവുമായിട്ട് ഒരു കരുതൽ, ഒരു നിത്യത വരെയുള്ള റിലേഷനെ ആക്കം കൂട്ടുകയും അതിനെ ബ്രഷപ്പ് ചെയ്യുകയും അതിനെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ആത്മീയ നടപടിക്രമമാണ് ഉടമ്പടി എന്ന് പറയണം, മരിയൻ ഉടമ്പടി. അപ്പം അതുകൊണ്ടാണ് എന്താണ് ഒന്നൊരു വായിച്ച വചനങ്ങൾ 14:23. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. ഒന്ന് ഏറ്റു പറഞ്ഞ സ്വരത്തിൽ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുന്നു. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. അതിന്റെ ഇഫക്റ്റ് എന്താണ്? വചനം പാലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വചനം പാലിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഈശോ പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ നമ്മൾ രോഗികളെ സന്ദർശിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മൾ പാലിക്കുകയാണ്. അപ്പോൾ വചനം പാലിക്കുമ്പോൾ എന്താ സംഭവിക്കണം? വായിച്ചോളൂ. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. കാര്യം മാറി. മനസ്സിലായില്ലേ? വിഷയം മാറി. ഉടമ്പടി എടുക്കുമ്പോഴുള്ള അവസ്ഥ അല്ല ഇപ്പോൾ വരാൻ പോണത്. എന്താണ്? എൻ്റെ പിതാവ് രംഗത്ത് വരാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ പിതാവ് ഉടമ്പടി നിങ്ങൾ വിചാരിക്കരുത് ഇത് ഈശോയുമായിട്ടാണ് ഉടമ്പടി ചെയ്യണമെങ്കിലും ഇതിൻ്റെ ഇഫക്റ്റ് വരുത്തുന്ന ആരാണ്? എൻ്റെ പിതാവ്. വായിച്ചോളൂ. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും. ഏറ്റു പറഞ്ഞേ. ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന്. ദേവനെ കണ്ടില്ലേ? ഞങ്ങൾ എന്ന് പറഞ്ഞേ. ഞങ്ങൾ അവന്റെ. ഇപ്പം ഞങ്ങൾ എന്ന് പറയുമ്പോൾ ആരാണ്? പരിശുദ്ധാത്മാവ് കൂടിയായി. ഉടമ്പടി പോണ പോക്കുണ്ടില്ലേ? വെട്ടിച്ചെല്ലു പോലെ കയറി പോവുകയാണ്. നിങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഒരു രോഗിനെ കണ്ടതാണ് വിഷയം പറഞ്ഞ കണ്ട. നിങ്ങൾ ചെയ്തത്രേ. പക്ഷെ അത് ദൈവസ്നേഹത്തോടെയാണ് ചെയ്തതെങ്കിൽ സംഭവിക്കാമല്ലോ എന്താണ്? എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും. പറഞ്ഞേ. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും. ഞങ്ങൾ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, ത്രിത്വൈക ദൈവം, ഏകദൈവം. അതായത് ദൈവം, ത്രിത്വൈക ദൈവം വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ വാസമുറപ്പിച്ചാൽ മനസ്സിലായില്ലേ? അപ്പം നിങ്ങളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന ഈ വാസം ഉറപ്പിക്കലൊന്നും നടക്കത്തില്ല, അറിയാമല്ലോ.
ചിലർ എഴുതിയെന്ന് പറയും, ചിലർ ചെല്ലിയെന്നൊക്കെ പറയും. ഞാനതിനെ എതിർക്കുന്നൊന്നുമില്ല. പക്ഷേ ഇതൊന്നും അല്ല ഉടമ്പടി. മനസ്സിലായില്ലേ? ചിലർ പറയും ഞാൻ 1000 തവണ ബൈബിൾ എഴുതി, ചിലർ പറയും ഞാൻ 500 പ്രാവശ്യം പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി. പക്ഷേ ഇതൊന്നും ഉള്ള ഉടമ്പടി. ഇതൊക്കെ നിങ്ങളുടെ സ്വകാര്യ വേർഷൻസാണ്. ഞാനതിനെ നിഷേധിക്കൊന്നുമില്ല. പക്ഷേ ബേസിക്കായിട്ട് ഉടമ്പടി എന്ന് പറയുന്നത് ഇങ്ങനെ കുത്തിയിരുന്ന് എഴുതണതും ചൊല്ലണതും ഒന്നുമല്ല. ബേസിക്കായിട്ട് അത് ചെയ്യണതാണ്. ചൊല്ലണ പ്രാർത്ഥനയല്ല, എഴുതണ പ്രാർത്ഥനയല്ല. ഉടമ്പടി ചെയ്യുന്ന പ്രാർത്ഥനയാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോഴേ എൻ്റെ പിതാവ് വന്ന് നിങ്ങളിൽ വസിക്കും. എന്താ? എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും, അതായത് പിതാവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് കൊണ്ടുവരാൻ ദൈവം കണ്ടുപിടിച്ച ഒരു പദ്ധതിയാണ് ഉടമ്പടി. മനസ്സിലായില്ലേ? തിരുത്തേകതയും അതാണ്. അത് ഭയങ്കര മർമ്മമുള്ള വചനമാണ്. അതായത് ഒന്ന് പറഞ്ഞ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും അപ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പം നമ്മളിൽ വാസമുറപ്പിക്കേണ്ടത് ആരാണ്? ദൈവമാണ്. മനസ്സിലായോ? നിങ്ങളെ കൂടാതെ പഠിച്ച കൂട്ടുകാർ കാനഡയിലുണ്ടെന്ന് പറഞ്ഞ് ഓടിയാൻ കണ്ടു ചെല്ലുന്നുണ്ട്. അതിൻ്റെയൊക്കെ അവസാനം കാണുന്ന അവസാനം എല്ലാം ദുരന്തമായിട്ട് മാറുകയാണ്. മനുഷ്യന്മാരിൽ നിങ്ങൾ ആശ്രയിച്ച് പോയാൽ പണി 8ൻ്റെ അല്ല 164ൻ്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആവശ്യമില്ലാത്ത ഒരു മനുഷ്യനിലും മേ ബി അവർ നിങ്ങളെ സഹായിക്കാം, പക്ഷേ സഹായിക്കേണ്ടെന്ന എന്നൊന്നുമല്ല, അവിടെ സഹായം അന്വേഷിക്കേണ്ട എന്നൊന്നുമല്ല. പക്ഷേ നിൻ്റെ ആ ഫസ്റ്റ് ഓപ്ഷൻ ആരും അടിച്ചു മാറ്റരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളി പോലും നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ അടിച്ചു മാറ്റരുത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. വേറെ ആരെങ്കിലും കർത്താവ് എന്ന് വിളിക്കരുതെന്ന്. അല്ലെ, കർത്താവിൻ്റെ സ്ഥാനത്ത് കാണരുത്. മനസ്സിലായില്ലേ? കർത്താവ് എന്ന് വെച്ചാൽ നമ്മളെ നയിച്ച് ഭരിക്കുന്നവൻ. അൾട്ടിമേറ്റായിട്ട് അത് ദൈവം തന്നെയാണെന്ന് ഉടമ്പടി അർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യമായ സ്വാധീന ശക്തിയും എന്നെ നയിക്കുന്ന പ്രേരണാശക്തിയും അങ്ങ് തന്നെയാകാൻ എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ പുനർക്രമീകരിക്കണമേ. ശ്രുതികടേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഇപ്പം എന്നാ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ വാസം ഉറപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? അതാണ് ഉടമ്പടിയുടെ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ വാസം ഉറപ്പിച്ചാൽ ഈശോ എന്നാ പറഞ്ഞത്? എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. ഒന്ന് പറഞ്ഞേ, 14:10 അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 14:10. ഒന്ന് പറഞ്ഞ്, എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഉടമ്പടി വഴി ദൈവം നമ്മളിൽ വസിക്കുകയും പിന്നെന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങും. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ മെറിറ്റിലല്ല പിന്നെ കാര്യങ്ങൾ പോണത്. നോട്ട് ബൈ മെറിറ്റ് എന്ന് ഞാൻ പറയണത് എന്തുകൊണ്ടാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആകണമെന്ന് പറയുകയാണ്. ഇപ്പോൾ ഉടമ്പടിയുടെ കറക്റ്റ് ആപ്തവാക്യം എന്താണ്? Ephesians 2:8 എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കൃപ. ഇതെങ്ങനെയാണ് യോഗ്യത ദൈവത്തിൻ്റെ കൃപയായി കൺവേർഷൻ നടക്കണതെന്നാണ് ഈ യോഹന്നാൻ 14:23 പറയണത്. മനസ്സിലായില്ലേ? ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കും. അപ്പോൾ എന്നാ സംഭവിക്കണത്? അപ്പോൾ എൻ്റെ പിതാവാണ് എന്നിൽ വസിച്ചുകൊണ്ട്, ഒന്ന് പറഞ്ഞ്, യോഹന്നാൻ 14:10 വായിച്ച മോളെ. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ്, ഏറ്റു പറഞ്ഞേ, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. അപ്പം ഇനി നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യമില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അല്ലേ? ഇപ്പം റിയ ടോമിൻ്റെ സാക്ഷ്യങ്ങളിൽ റിയ ടോം പറയണതേ,
എന്നാണെന്ന് അറിയത്തില്ല, ഉടമ്പടി എടുത്തോടുകൂടി എനിക്ക് ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാരൊക്കെ എന്നെ സഹായിക്കാൻ തുടങ്ങിയെന്ന്. അത് ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് വിറ്റ്നസ്. വെച്ചാൽ ഇവിടെ ഓരോ മൂവ്മെൻറ്റിലും കാര്യം ഇതിന് കുറേ മാസങ്ങളെടുക്കും. ഒന്നാമത്തെ കരിയർ ഗ്യാപ്പുണ്ട്, അത് ഫില്ല് ചെയ്തിട്ട് ഇവർക്ക് വിസ വരണം. വിസയൊക്കെ വരണമെന്നുണ്ടെങ്കിലേ എന്നിട്ട് ഈ റിയ കൊണ്ടുവന്നിട്ട് അവിടെ നിന്നിട്ട് ഈ പാസ്പോർട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് മാതാവിനെ. എന്താ പറയുക, എനിക്ക് അമ്മയാണ് വിസ അടിച്ച് തരണമെന്നുണ്ടെങ്കിൽ ഞാൻ പേജ് കാണിക്കുന്നുണ്ട് പാസ്പോർട്ടിൻ്റെ 24-ാം പേജെന്ന്, ഈ പേജിലാണ് അടിക്കേണ്ടതെന്ന്. സി ഹൗ ലവബിൾ ഷീ ഈസ്. നമ്മൾ ഞെട്ടിപ്പോവും. എന്നിട്ട് ആ 24-ാം പേജിൽ തന്നെ അമ്മ പാസ്പോർട്ടിൽ വിസ അടിച്ചുകൊണ്ട് വരും. നിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നിൻ്റെ ദൈവം അങ്ങനെയാണ് നിന്നെ സ്നേഹിക്കണത്. പിന്നെ അവർ പറയും സെപ്റ്റംബർ 18 പറയും. സെപ്റ്റംബർ 18 ഒരു ഡേറ്റാണ് 18. ഞാൻ അതായത് 18 അവർ പറയണത്. അമ്മയോട് പറഞ്ഞ ഡേറ്റ് 18. അപ്പോൾ 18-ാം തീയതി ഉച്ചവരെ അവർ വെയിറ്റ് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് അവരോട് ചോദിക്കുകയും, എടി ഇന്ന് 18 അമ്മ അത് ചെയ്യുമെന്ന് പറയും. എന്നിട്ട് പിന്നീട് ഇവർ പ്രേയറിൽ അങ്ങോട്ട് പോവുകയാണ്. അവസാനം രാത്രി 12 മണിയില്ലേ, 12 മണിക്ക് 1 മിനിറ്റ് ഉള്ളപ്പോഴാണ്, അതായത് 19-ാം തീയതിയിലേക്ക് മാറുന്നതിന് 1 മിനിറ്റ് ഉള്ളപ്പോൾ ഇമെയിലിൽ മെസ്സേജ് വരും. നോക്കി എന്ത് ഷാർപ്പാണ്. ദാറ്റ് മീൻസ് നീ പറഞ്ഞ ഡേറ്റ് തന്നെ. അപ്പോൾ ഇത് നടക്കത്തില്ലെന്ന് ഇവൾക്കറിയാം. കാര്യം അത്രയും ബുദ്ധിമുട്ടാണ്. പക്ഷേ തന്നെ സ്നേഹിക്കുന്ന, തന്നെ വിശ്വസിക്കുന്ന, തന്നെ ജീവിക്കുന്ന ഒരാൾക്ക് വേണ്ടി ദൈവം ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. കൈയിട്ടിച്ച് കർത്താവിനെ